സത്യത്തിൽ ദൈവമുണ്ടോ? ഒരിക്കൽ ബുദ്ധനെ തേടി ഒരാളെത്തി. ഇയാൾ വരുന്നത് രാവിലെയാണ്, വളരെ വളരെ നേരത്തെ. അതിന് ഒരു കാരണമുണ്ട്. ഈ സമയമാകുമ്പോൾ ബുദ്ധനും ബുദ്ധൻ്റെ ശിഷ്യന്മാരും മാത്രമേ അവിടെ കാണുകയുള്ളൂ. ആ നാട്ടിലെ നാട്ടുകാരൊന്നും അവിടെ ഉണ്ടാവില്ല. താൻ പോകുമ്പോൾ നാട്ടുകാരും ഉണ്ടാവരുതെന്ന് ഈ കാണാൻ വന്ന ആൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇയാളെ അവിടെ എല്ലാവർക്കും അറിയാം. ഇയാൾ വളരെ വലിയൊരു ഈശ്വരവിശ്വാസിയാണ്, വളരെ വലിയൊരു ഭക്തനാണ്. എപ്പോഴും ഏത് നേരവും ഇയാളുടെ നാവിൽ ഒരു വാക്കേ ഉള്ളൂ: രാമ 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 രാമ. ഇങ്ങനെയാണ് ഇയാൾ നടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ നടക്കുന്നത്. അതും എത്രയോ വർഷങ്ങളായി. പക്ഷെ ഇപ്പോൾ അയാൾക്കൊരു സംശയം വന്നിരിക്കുന്നു. ഒരുപാട് വർഷമായി ഇയാളിങ്ങനെ രാമ 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 എന്ന് പറയുന്നു. ശരിക്കും ദൈവമുണ്ടോ? ദൈവമില്ലെങ്കിൽ ഞാൻ ഈ ചെയ്തതെല്ലാം വെറുതെയാണ്. ദൈവം ഇതൊക്കെ നോക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം അയാൾ ചുറ്റിനും നോക്കുമ്പോൾ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആൾക്കാരും സുഖമായി ജീവിക്കുന്നു. അവരെല്ലാം പറയുന്നത് ഇയാളുടെ ജീവിതം വേസ്റ്റ് ആക്കുന്നുവെന്നാണ്. വെറുതെ എപ്പോഴും രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്ത് കിട്ടാനാണ്? പ്രായമായി വരുന്തോറും ഇയാൾക്കൊരു സംശയം: ഇയാളുടെ ജീവിതം വേസ്റ്റ് ആക്കിയോ എന്ന. ഇപ്പം എന്തായാലും ബോധോദയം കൈവരിച്ചൊരു വ്യക്തി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തായാലും സത്യം അറിയാം. അപ്പോൾ തൻ്റെ സംശയം തീർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രഹസ്യമായി ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട്, ബുദ്ധൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇയാൾ ചോദിച്ചു: ദൈവമുണ്ടോ? ചോദ്യം ചോദിച്ചതാരാണെന്ന് ബുദ്ധൻ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു: ഇല്ല, ദൈവമില്ല. ബുദ്ധൻ്റെ ശിഷ്യന്മാർക്കെല്ലാം സമാധാനമായി, പലർക്കും സന്തോഷമായി. കാരണം അവരും എത്രയോ നാളായി അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചോദ്യമാണിത്. അവരുടെയും ഏറ്റവും വലിയ സംശയമാണിത്: ദൈവമുണ്ടോ ഇല്ലയോ? ഇപ്പോൾ അതിനൊരു ഉത്തരം കിട്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഈ ചോദ്യം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിലും അന്നൊന്നും ബുദ്ധൻ വ്യക്തമായി മറുപടി കൊടുത്തിട്ടില്ല. ഇന്നാദ്യമായി വ്യക്തമായി കൃത്യമായൊരു ഉത്തരം കൊടുത്തിരിക്കുന്നു: ദൈവമില്ല. സത്യത്തിൽ ശിഷ്യന്മാരുടെ മാത്രമല്ല, മുഴുവൻ മനുഷ്യരുടെയും ഏറ്റവും വലിയ സംശയവും ചോദ്യവും ഇത് തന്നെയാണ്: ദൈവമുണ്ടോ? നമ്മൾ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിരിക്കുന്നു. എന്തായിരുന്നാലും ഇന്ന് ബുദ്ധൻ്റെ ശിഷ്യന്മാർക്കെല്ലാം സന്തോഷമായിരിക്കുന്നു. ബോധോദയം കൈവരിച്ച വ്യക്തി പറഞ്ഞിരിക്കുന്നു: ദൈവമില്ല എന്ന്. രസകരമായ സംഭവങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അന്നേ ദിവസം വൈകുന്നേരം മറ്റൊരാൾ അവിടെ എത്തി. ഒരു ചാർവാക. ചാർവാക എന്താണെന്ന് അറിയാത്തവർക്കായി പറഞ്ഞുതരാം. ചാർവാക എന്നാൽ മെറ്റീരിയലിസ്റ്റാണ്, ഭൗതികവാദികൾ. അവർ നിരീശ്വരവാദികളാണ്. അവർക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല. അവർക്ക് കണ്ണിൽ കാണാൻ സാധിക്കുന്നതിൽ മാത്രമേ വിശ്വാസമുള്ളൂ. ഇവർ സാധാരണ നിരീശ്വരവാദികളല്ല. ഒരുപാട് പഠിച്ചിട്ടാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഫിലോസഫികളുണ്ട്. ഇവർക്ക് തർക്കിക്കാൻ നന്നായി അറിയാം. ഇവർ ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇവർ ഓരോ നാട്ടിലും ചെല്ലുന്നു, എന്നിട്ട് അവിടെയുള്ള വിശ്വാസികളുമായി തർക്കിക്കുന്നു. മിക്കപ്പോഴും എത്ര വലിയ വിശ്വാസിയായിരുന്നാലും ശരി, മിനിറ്റുകൾ കൊണ്ട് ചാർവാക അവരെ തർക്കിച്ച് തോപ്പിക്കും. എത്ര വലിയ വിശ്വാസിയും നിരീശ്വരവാദിയായിപ്പോവും. അതാണ് ഇവരുടെ കഴിവ്. അങ്ങനെ ആ നാട്ടിലെ പ്രശസ്തനായ ഒരു ചാർവാകയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇയാളും ഒരു പ്രത്യേക സമയം നോക്കിയാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരം അത്യാവശ്യം ഇരുട്ടിയിറങ്ങിയ ശേഷമാണ് ഇയാൾ ബുദ്ധനെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോഴുള്ള ഗുണമെന്തെന്നാൽ ആർക്കും ഇയാളെ കാണാൻ സാധിക്കില്ല. ഇരുട്ടത്ത് ഒളിച്ചു നിന്ന് ഒരു ചോദ്യം ചോദിക്കണം. അതിനുവേണ്ടിയാണ് ഇയാൾ വന്നത്. ഇയാൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്നല്ലേ? ദൈവമുണ്ടോ എന്ന്. കാരണം പ്രായം കൂടുന്തോറും ഇയാൾക്കും ഒരു സംശയം വന്നിരിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ ദൈവമില്ലെന്ന് പറഞ്ഞു നടന്ന ആളാണ് ഇയാൾ. പക്ഷെ ഇനി എങ്ങാനും ദൈവം ഉണ്ടെങ്കിലോ?
വിശ്വാസികൾ പറയുന്ന പല കഥകളും ഇയാൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് വളരെ മോശം കാലമാണ് ഇനി വരാനിരിക്കുന്നത്. കാരണം ആയുഷ്കാലം മുഴുവൻ ഇയാൾ ദൈവമില്ലെന്ന് പറഞ്ഞു നടന്ന ആളാണ്. ഇങ്ങനൊരാളെ ദൈവം എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? ദൈവം പ്രതികാരദാഹിയാണെന്ന് ഇയാൾ പലരുടെയും നിന്നും കേട്ടിരിക്കുന്നു. ഒരുപക്ഷെ മരണത്തിന് ശേഷം തനിക്ക് വരാൻ പോകുന്നത് ഒരു മോശം അവസ്ഥയാണെങ്കിലോ? ചെറിയൊരു സംശയം. എന്തായിരുന്നാലും ബോധോദയം കൈവരിച്ച വ്യക്തി വന്നിരിക്കുകയാണ്. അയാളോട് ചോദിച്ചു നോക്കാം. ദൈവമില്ലെന്ന് അയാൾ കൂടി പറയുകയാണെങ്കിൽ സമാധാനത്തോടെ ഇരിക്കാമല്ലോ. അങ്ങനൊരു ഉദ്ദേശത്തോടെയാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഇയാളും ഇരുട്ടത്ത് ഒളിച്ചെന്ന് ചോദിച്ചു, ദൈവമുണ്ടോ? ബുദ്ധൻ പറഞ്ഞു, ഉണ്ട്, ദൈവം ഉണ്ട്. ചാർവാക ഞെട്ടിയെന്ന് മാത്രമല്ല, ബുദ്ധൻ്റെ ശിഷ്യന്മാരും ഞെട്ടിപ്പോയി. കാരണം അന്നേ ദിവസം രാവിലെ ബുദ്ധൻ പറഞ്ഞു ദൈവമില്ല എന്ന്. ഇപ്പോൾ ഇതാ ബുദ്ധൻ പറയുന്നു ദൈവമുണ്ടെന്ന്. സത്യം എന്താണ്? ബുദ്ധൻ്റെ ഉദ്ദേശം എന്താണ്? ബുദ്ധൻ എന്തിനാണ് ഈ കളി കളിക്കുന്നത്? ബുദ്ധൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഒരൊറ്റ ഉദ്ദേശമേ ബുദ്ധനുള്ളൂ: നിങ്ങളുടെ വിശ്വാസങ്ങളെ നശിപ്പിക്കുക. നിങ്ങളുടെ വിശ്വാസം എന്താണെന്നതിന് പ്രസക്തിയില്ല. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും ശരി, ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഈശ്വരൻ ഇല്ലെന്ന് വിശ്വസിച്ചാലും ബുദ്ധന് അത് നശിപ്പിക്കാനാണ് താല്പര്യം. കാരണം വിശ്വാസം എന്നത് സത്യമല്ല, അറിവല്ല, അനുഭവമല്ല, വെറും വിശ്വാസമാണ്. വിശ്വാസത്തിന് വേറെയും വല്ല അപകടങ്ങളുണ്ട്. ഒരു കാര്യം അതിനി എന്തുമായിക്കോട്ടെ, നിങ്ങളൊരിക്കൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കില്ല, പഠിക്കില്ല, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണിക്കില്ല. നിങ്ങൾക്കിപ്പോഴും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ ചിലത് വിശ്വസിച്ചിരിക്കുന്നു. അവിടെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇത് നല്ലതല്ല. ബുദ്ധന് ഇതിഷ്ടമല്ല. നിങ്ങൾ സത്യമെന്തെന്ന് സ്വയം അന്വേഷിക്കണം, സ്വയം അറിയണം. അതല്ലാതെ യഥാർത്ഥ സത്യത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ അന്ധമായി ഒരു കാര്യത്തെ വിശ്വസിക്കുന്നത് തെറ്റാണ്, മണ്ടത്തരമാണ്. വിശ്വാസം എന്തുമായിക്കോട്ടെ, ദൈവമുണ്ടെന്നും ആയിക്കോട്ടെ ദൈവമില്ലെന്നും ആയിക്കോട്ടെ, രണ്ടും സത്യത്തിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. വെറും വിശ്വാസമാണ്. ദൈവമില്ലെന്ന് പറയുന്നവർ ഇതുവരെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ദൈവമുണ്ടെന്ന് പറയുന്നവർ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. പിന്നെ ഇവരെങ്ങനെയാണ് ഈ കൺക്ലൂഷനിലേക്ക് എത്തിയത്? വിശ്വാസം ഒരു അപകടമാണ്. നമ്മുടെ തലച്ചോറിനെ നമ്മൾ അവിടെ കൊണ്ട് ഫ്രീസ് ചെയ്യുകയാണ്. നമ്മൾ ഫർദർ പ്രോഗ്രസ് ചെയ്യാതെ നിൽക്കുകയാണ്, മുന്നോട്ട് പോകാതെ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ബുദ്ധൻ അതിനെതിരാണ്. അന്വേഷിച്ചു കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് ഓരോരുത്തർക്കും സ്വയം കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് പുറത്തു നിന്നൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയും.